ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ കപ്പൽ വന്നിട്ടുള്ളത് ലിറ്റിൽ ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ന്യൂസിലാൻഡിലെ ലിറ്റിൽ ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ചെറിയൊരു മാർക്കറ്റിലേക്ക് പോയ ഒരു വീഡിയോസാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് ക്രിസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞൊരു സിറ്റി കുറച്ചും കൂടി ദൂരമായിട്ടുണ്ട്. ഇത് അധികം ദൂരമല്ലാത്തൊരു സ്ഥലമാണ്. കപ്പലിൽ നിന്ന് ബസ് പിടിച്ചിട്ട് വേണം ഇവിടെ ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഇത് ചെറിയൊരു ചന്ത കൂടൽ ആണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. കാരണം കുറച്ച് നേരത്തിന് മാത്രമാണ് ഈ ഷോപ്പുകളൊക്കെ തുറക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വലിയ ഷോപ്പുകൾ മാത്രം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു അനുഭവമായിട്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ. This one, what is this one? These ones are tortillas made from corn. Okay. Corn is cooked with lime. Okay. And then that changes everything about the corn. Same like pepper, right? Similar, yeah. Okay. But these ones are soft, and you can just reheat them. Okay, like that. See you. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വാങ്ങിയിട്ട് കൊണ്ടുവരാൻ പറ്റാത്ത കാരണം നാട്ടിലായിരുന്നെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കിട്ടി. പിന്നെ ഇത് നമ്മളെ കൂൺ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. അതിൻ്റെ കിറ്റും എല്ലാം വെക്കുന്ന സ്ഥലമാണ്. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെറിയ മിഠായിയാണ്. അങ്ങനെ ഞങ്ങൾ മോർട്ടി എന്നൊരു സ്ത്രീയുടെ കടയിലെത്തിയിട്ടോ. അവരോട് കുറേ നേരം സംസാരിച്ചു. വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു. അവരെന്നെ ഉണ്ടാക്കി വെക്കുന്നതാണത്. നാച്ചുറലായിട്ടുള്ള സോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ഞങ്ങളോടൊരു അനുകമ്പ തോന്നിയപ്പോൾ അവർക്കൊരു പ്രസൻറ്റൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 സോപ്പും ഷാമ്പും ഒക്കെ എടുത്ത് തന്നു കേട്ടോ. വളരെ നല്ലൊരു സ്ത്രീ. നമ്മളെ നാട്ടിലേക്കൊക്കെ വരാറുണ്ട്. അടുത്ത പ്രാവശ്യം ശ്രീലങ്കയിലേക്കാണ് പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ചില കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. അങ്ങനെ അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നപ്പോൾ എന്തെങ്കിലും അതിൻ്റെ അടുത്ത് വാങ്ങണം എന്ന് കരുതി ഞാൻ തിരിച്ചു പോയി. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ അവർ എനിക്ക് എടുത്ത് തരിക ചെയ്തത് കേട്ടോ. പൈസ ഒന്നും വാങ്ങിയില്ല. അത്ര നല്ലൊരു സ്ത്രീ. അടുത്ത പ്രാവശ്യം വരികയാണെങ്കിൽ കാറിൽ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കാണിക്കാന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞൊരു അത്ഭുതം. കാരണം നമ്മുടെ നാട്ടിലൊന്നും കാണാനേ ഇല്ല. CD, കാസറ്റുകൾ. ഞാനത് ചോദിച്ചപ്പോൾ അവരോട് എന്തുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ ആളുകൾ വാങ്ങുന്നില്ലേ? അവർ പറയുന്ന ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റിലൊക്കെ പൈസ പേ ചെയ്തിട്ട് ആളുകളാണല്ലോ ഉപയോഗിക്കുന്നത്. ഇതാവുമ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആളുകൾ ഇപ്പോഴും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഒരുപാട് CD ഷോപ്പുകളൊക്കെ ഞാൻ കണ്ടു കേട്ടോ ഇവിടെ. അത്ഭുതം തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയത്. Well, yeah, nothing guaranteed, is it? We're on the Homewood Strait, mate. Yeah. Only sharpening or making also? No, I do some woodwork, but I haven't got it out at the moment. Yeah. Okay. Mostly repairing and sharpening. Okay. അങ്ങനെ കത്തികളും എല്ലാം മഴവും ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു തന്തപ്പിടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ജീവിക്കാൻ വേണ്ടി ഓരോ കഷ്ടപ്പാടുകളല്ലേ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻഫർമേഷൻ ഡെസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടത്. അപ്പോൾ ഞങ്ങളവിടെ പോയി നോക്കി. ഞങ്ങളെ കപ്പലിൻ്റെ സമയം വരെ അവിടെ പോയി. അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചു ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ ഞങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നടന്നു പോകാനാണെങ്കിൽ ഇങ്ങനെ, വണ്ടിയിൽ പോകാനാണെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. That is up on the hill. The time wall has just dropped. It drops once a day, and it's how the ships used to set their chronometers to understand their longitude. So one of just 5 working time ball stations in the world. Here. Oh. You living here? Yeah. I live in Christchurch. I've been here all my life. What's your name? Barry. Nice to meet you. Yeah. From 68. So
No more work for me. അങ്ങനെ അവർ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ അങ്ങനെ അതായിട്ട് വരാം. പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഒരൊറ്റ മിനിറ്റ്. മനോഹരമായ സ്ഥലങ്ങളായിരുന്നു. എൻ്റെ കൂട്ടുകാരന് അധികം സമയം ഉണ്ടായിരുന്നില്ല ചിലവഴിക്കാൻ. അവൻ സമയം നോക്കിക്കൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മലകളും പൂക്കളും എല്ലാം കണ്ടിട്ട് നമുക്ക് മനസ്സിന് വളരെ ഒരു കുളിർമ തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഒരുപാട് ദിവസം നമ്മൾ കപ്പലിൻ്റെ ഉള്ളിലായതുകൊണ്ടായിരിക്കണം നേച്ചറിലേക്ക് വരുന്ന സമയത്ത് മനസ്സിനൊക്കെ ഒരു വളരെ സന്തോഷമാണ്. എത്ര സമയം അവിടെ ചിലവഴിക്കുമെന്ന് അറിയില്ല. എത്ര ചിലവഴിച്ച് കഴിഞ്ഞാലും മതിയാവാത്ത പോലെ മനോഹരമായ പൂക്കളും മരങ്ങളും കണ്ടുകൊണ്ടിങ്ങനെ കുറേ നടന്നു. പിന്നെ ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചു. പാർക്കിൽ പോയിരുന്നു. എല്ലാം ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ആ കാണുന്നതാണ് ഞങ്ങൾ വന്ന കപ്പൽ കേട്ടോ. വളരെ അടുത്തായിട്ട് തോന്നുന്നു ഇവിടെ നോക്കുമ്പോൾ.